ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് ടൈപ്സ് ഓഫ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തെ പറ്റിയായിരുന്നു അല്ലേ. ഇപ്പോൾ വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റം, സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റം, സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം, പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം, ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ വിച്ച് ദി ആപ്ലിക്കേഷൻ ഓഫ് ദി എയർ കണ്ടീഷണർ ഈസ് യൂസ്ഡ്, എങ്ങനെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതേപോലെ തന്നെ ഏത് കണ്ടീഷനിലാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് എയിം ഞാൻ പറഞ്ഞായിരുന്നു. എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഏത് കൂളിംഗ് ഓർ ഹീറ്റിംഗ്. ജസ്റ്റ് ദ ടേം മീൻസ് എന്താണ്? കണ്ടീഷനിങ് ഓഫ് ദ എയർ ക്യാൻ ബി ഹീറ്റിംഗ്, കൂളിംഗ് ആൻഡ് കണ്ടീഷനിങ് ഓഫ് ദി അതർ പ്രോപ്പർട്ടീസ് ലൈക്ക് വെലോസിറ്റി, പ്യൂരിറ്റി, അതുപോലെ ഹ്യൂമിഡിറ്റി കണ്ട് ഇതെല്ലാം എന്ത് ചെയ്യും നമ്മൾ വേരി ചെയ്യുന്നുണ്ട്. അപ്പം ബേസ്ഡ് ഓൺ ദാറ്റ് വി ക്യാൻ ക്ലാസിഫൈ ദി എയർ കണ്ടീഷൻ സിസ്റ്റം ആസ് എന്താണ് വിൻ്റർ എയർ കണ്ടീഷനിങ്, സമ്മർ എയർ കണ്ടീഷനിങ്, ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഓക്കെ, വി വിൽ ഡിസ്കസ് ഓൺ ദാറ്റ് ലേറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വിൻഡോ എയർ കണ്ടീഷനിങ് സിസ്റ്റവും സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റവും ആയിരുന്നു. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അതുപോലെ പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റവും നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്തായിരുന്നു. സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ലാസ്റ്റ് ക്ലാസ്സിൽ തന്നിരുന്നു അല്ലേ. വിൻഡോ എയർ കണ്ടീഷൻ സിസ്റ്റം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അല്ലേ. അതായത് എന്താണ്, ദ എയർ കണ്ടീഷനിങ് യൂണിറ്റ് ഈസ് മൗണ്ടഡ് ഓൺ ദി wall and some quantity of the outdoor air may be used or it will be mixed with the indoor air for the air conditioning purpose. അപ്പം അങ്ങനെ ഒരു കേസസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഈ എന്താണ് ഈ എയർ കണ്ടീഷനിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് വിൻഡോ എയർ കണ്ടീഷൻ സിസ്റ്റം. സ്പ്ലിറ്റ് എയർ കണ്ടീഷൻ സിസ്റ്റം അറിയാം. നമ്മൾ നോർമലി ഇപ്പം നമ്മൾ മേടിക്കാറുള്ള എല്ലാ എയർ കണ്ടീഷനേഴ്സും ഇറ്റ് വിൽ ബി അവൈലബിൾ ഫോർ ഇൻഡോർ പർപ്പസ് അല്ലെങ്കിൽ ഫോർ എ സിംഗിൾ റൂം എയർ കണ്ടീഷനിങ് പർപ്പസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എന്താണ്, സ്പ്ലിറ്റ് എയർ കണ്ടീഷൻ സിസ്റ്റമാണ്. അപ്പം ദർ വിൽ ബി എ കണ്ടൻസിങ് യൂണിറ്റ് ഔട്ട്സൈഡ് ദി റൂം, ഇൻഡോർ യൂണിറ്റ് വിച്ച് ഇസ് നോൺ ആസ് ഇവാപ്പറേറ്റർ യൂണിറ്റ് അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ യൂണിറ്റ്. ഓക്കെ, അപ്പം ദി ഇവാപ്പറേറ്റർ യൂണിറ്റ് വിൽ ബി ഇൻസൈഡ് ദി റൂം വൈൽ ദി കണ്ടൻസിങ് യൂണിറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ദി കണ്ടൻസർ, കംപ്രസർ and expansion valve and other devices will be outside the room. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ ബി ദ റൂം വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു ദ എയർ കണ്ടീഷനിങ് വിൽ ബി വെരി സൈലൻറ്റ്, സൗണ്ട് ഒന്നും കാണത്തില്ല. കാരണം കംപ്രസറാണ് ആകെപ്പാടെയുള്ള മൂവിങ് പാർട്ട്. അപ്പം ദ കംപ്രസ് ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദ റൂം, ദെയർഫോർ ദ എയർ കണ്ടീഷനിങ് വിൽ ബി എന്താണ്, ഇറ്റ് വിൽ ബി ഇൻ ദി അൾട്ടിമേറ്റ് സൈലൻസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ദർ ഇസ് നോ മിക്സിങ് ഓഫ് ദി എന്താണ് ഫ്രഷ് എയർ വിത്ത് ദി ഇൻഡോർ എയർ. എപ്പോഴും നമ്മൾ ആ റൂമിലുള്ള എയറിനെ തന്നെയായിരിക്കും നമ്മളടുത്ത് എന്ത് ചെയ്യുന്നത്, കണ്ടീഷൻ ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ റൂമിൻ്റെ വെളിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യത്തില്ല, എയർ എടുക്കാറില്ല. ആ റൂമിൽ എന്ത് എയർ ഉണ്ടോ ആ സെയിം ക്വാണ്ടിറ്റി ഓഫ് എയർ ആണ് പിന്നെയും എന്ത് ചെയ്യുന്നത്, തണുപ്പിക്കുകയോ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സിംപ്ലി മീൻസ് കണ്ടീഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അതാണ് ഈ പറയുന്ന സ്പ്ലിറ്റ് എയർ കണ്ടീഷൻ സിസ്റ്റം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഈ പറയുന്ന സ്പ്ലിറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന വിൻഡോ എയർ കണ്ടീഷൻ സിസ്റ്റം, സ്പ്ലിറ്റ് എയർ കണ്ടീഷൻ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാറുള്ളത് വിൽ ബി ഫോർ ദി സ്മോൾ കപ്പാസിറ്റീസ് അല്ലെങ്കിൽ ദ റെഫ്രിജറേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ ദി എയർ കണ്ടീഷനിങ് എഫക്റ്റ് വിൽ ബി വെരി സ്മോൾ. ആ ഉള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സ്പ്ലിറ്റ് അഥവാ വിൻഡോ എയർ കണ്ടീഷൻ യൂസ് ചെയ്യാറുള്ളത്. അതേസമയം വി യൂസ് സെൻട്രലൈസിങ് എയർ കണ്ടീഷൻ സിസ്റ്റം എന്താണ് ഫോർ ബിയോണ്ട് 20 ടൺസ്. 20 ടൺസിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ യൂസ് ചെയ്യും. അതേസമയം ഇതിനിടയ്ക്ക് വരുന്ന ഈ പറയുന്ന 5ഉം 20ക്കും ഇടയ്ക്ക് വരുന്ന ആ ഒരു കേസസിൽ പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഫോർ കൂളിംഗ് കപ്പാസിറ്റീസ്. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഈ പറയുന്ന റെസ്റ്റോറൻറ്റ്സ്, അതേപോലെ സ്മോൾ പബ്ലിക് ഏരിയാസ് അല്ലെങ്കിൽ പബ്ലിക് ഗ്യാതറിങ് ഏരിയാസ് ലൈക്ക് ഓഡിറ്റോറിയംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന പാക്കേജ് എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എന്താണ് എൻ്റെ ഇൻ എ സിംഗിൾ പാക്കേജ് ഫ്രം ദ വേർഡ് സെൽഫ് വി ക്യാൻ എന്താണ് നമുക്ക് മീനിങ് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരൊറ്റ പാക്കേജ് അല്ലെങ്കിൽ ഒരൊറ്റ സിസ്റ്റത്തിനകത്ത് എൻക്ലോസ്ഡ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പാക്കേജ് എയർ കണ്ടീഷൻ സിസ്റ്റം വരുന്നത്. ഓക്കെ, ക്യാൻ ബി എന്താണ് വാട്ടർ കൂൾഡ് കണ്ടൻസേഴ്സോ എയർ കൂൾഡ് കണ്ടൻസേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എന്താണ് ഈ പറയുന്ന പാക്കേജ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ഈ പറയുന്ന എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്, വി ക്യാൻ യൂസ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ഫോർ ദി എന്താണ് പാക്കേജ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഫോർ ഡെലിവറിങ് ദി കണ്ടീഷൻ എയർ ടു ദി സ്പേസ്. ഓക്കെ, അപ്പോൾ ഇവാപ്പറേറ്റർ കോയിൽ പ്രൊഡ്യൂസ് ഈ എയറിനെ നമ്മൾ തണുപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. അതാണ് പറഞ്ഞ പാക്കേജ് എയർ കണ്ടീഷൻ സിസ്റ്റം, സിമിലർ ടു ദാറ്റ് ഓഫ് എ നോർമൽ എയർ കണ്ടീഷൻ സിസ്റ്റം. അടുത്താണ് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ സിസ്റ്റം. അതായത് ബൾക്ക് ഏരിയ അല്ലെങ്കിൽ ലാർജ് ഏരിയ അല്ലെങ്കിൽ ലാർജ്
ടൺ ഓഫ് റെഫ്രിജറേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന large capacities of air conditioning is required, like tons of refrigeration. For example, consider it to be a summer air conditioning, and the tons of refrigeration need to be produced is very much high, like about 20 tons. Therefore we should use എന്താണ് സെൻട്രലൈസ് എയർ കണ്ടീഷൻ സിസ്റ്റം. കാരണം മൾട്ടിപ്പിൾ VCRS അല്ലെങ്കിൽ വെപ്പർ കംപ്രഷൻ റെഫ്രിജറേറ്റർ സിസ്റ്റംസ് അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ടു യൂസ് ഫോർ സച്ച് എ ഹൈ എന്താണ് റെഫ്രിജറേഷനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഫോർ എയർ കണ്ടീഷനിങ് എഫക്റ്റ്. ദെർഫോർ വി ഷുഡ് യൂസ് എന്താണ് എ സിംഗിൾ യൂണിറ്റ് വിച്ച് പ്രൊഡ്യൂസ് എന്താണ് ഡിസൈർഡ് റെഫ്രിജറേഷൻ എഫക്റ്റ് അല്ലെങ്കിൽ ടൺസ് ഓഫ് റെഫ്രിജറേഷൻ അല്ലെങ്കിൽ ടൺസ് ഓഫ് എയർ കണ്ടീഷനിങ് എഫക്റ്റ് ഫോർ ദി എൻഡയർ ബിൽഡിംഗ് അല്ലെങ്കിൽ ഫോർ ദി എൻഡയർ യൂണിറ്റ്. അതാണ് എന്ത് ഈ പറയുന്ന സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സ്പ്ലിറ്റ് എയർ കണ്ടീഷൻ സിസ്റ്റം വിത്ത് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ large amount of tons of refrigeration അല്ലെങ്കിൽ capacities will be very high. Under such condition we use എന്താണ് സെൻട്രലൈസ് എയർ കണ്ടീഷൻ സിസ്റ്റം. ഇപ്പോൾ ഈ സെൻട്രലൈസ് എയർ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഡക്റ്റിൻ്റെ സഹായം അല്ലെങ്കിൽ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിൻ്റെ മെയിൻ സഹായത്തോടുകൂടി ആയിരിക്കും ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഡക്റ്റിൻ്റെ ഫിഗർ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഓരോ റൂമിലേക്കും അതിന് അവിടെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ലോഡിനനുസരിച്ചുള്ള, കാരണം ഫോർ എക്സാമ്പിൾ കൺസിഡർ ടു ബി എ ബെഡ്റൂം, അതേപോലെ കൺസിഡർ ടു ബി എ അനദർ വൺ ടു ബി എ പബ്ലിക് ഹാൾ അല്ലെങ്കിൽ ഓഡിറ്റോറിയം. അപ്പോൾ ഈ രണ്ടിടത്തും രണ്ട് എഫക്റ്റാണ് അല്ലെങ്കിൽ രണ്ട് കപ്പാസിറ്റീസാണ് വരുന്നത്. അപ്പോൾ ആ കപ്പാസിറ്റീസ് അനുസരിച്ച് അതിനനുസരിച്ച് കൂടുതലായിട്ടുള്ള ഡക്റ്റുകളും കൂടുതലായിട്ടുള്ള വെൻറ്റുകളും എല്ലാം വേണം. അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്നത്, മനസ്സിലായി. അപ്പം അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ലോഡ് വി ക്യാൻ എന്താണ് അറേഞ്ച് ദി കപ്പാസിറ്റീസ് റിക്വയർഡ് ഫോർ ദി ഹോൾ അല്ലെങ്കിൽ റിക്വയർഡ് ഫോർ ദി ഏരിയ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, നമുക്കതേപോലെ ലോഡ് വേരി ചെയ്താലും നമുക്ക് എന്ത് ചെയ്തില്ല, കുഴപ്പമില്ല. വി ക്യാൻ അഡ്ജസ്റ്റ് ദ എമൗണ്ട് ഓഫ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന എയർ കണ്ടീഷനിങ് എഫക്റ്റ് പ്രൊഡ്യൂസ് ഇൻ ദി റൂം. അപ്പോൾ നമ്മളിതിന് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യാറുള്ളത് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ എല്ലാ റൂമിൻ്റെയോ അല്ലെങ്കിൽ എല്ലാ ഏരിയയിലേക്കും പോകുന്നിടത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിൽട്ടർ, ഒരു കൂളിംഗ് കോയിൽ, ഒരു ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സാധനങ്ങൾ വെക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഒരു എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. അപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതാണ് ഒന്ന് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ റിട്ടേൺ, ഫോർ എക്സാമ്പിൾ ഇത് കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ കൂളിംഗ് ആണെന്നുള്ള എഫക്റ്റാണ്. അപ്പം ഹോട്ട് എയർ എന്ത് ചെയ്യുന്നു, റിട്ടേൺ എയർ വഴി റിലീഫ് എയർ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, റിട്ടേൺ പാത്ത് വഴി എന്ത് ചെയ്യുന്നു, ഈ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് വഴി പിന്നെയും കയറി പോവുകയും അവിടെ നിന്ന് തണുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, നമുക്ക് സപ്ലൈ കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് നീല കളറിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് രണ്ട് സിസ്റ്റംസാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓൾ വാട്ടർ സിസ്റ്റവും ഓൾ എയർ സിസ്റ്റവും. എന്താണ് ഓൾ വാട്ടർ സിസ്റ്റവും ഓൾ എയർ സിസ്റ്റവും? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചായിരുന്നു. അതായത് എന്താണ് ഓൾ വാട്ടർ സിസ്റ്റം? അതായത് എൻ്റെ റൂമിനെ എനിക്ക് തണുപ്പിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഹോട്ടൽ അല്ലെങ്കിൽ എൻ്റെ തിയേറ്ററിനെ എനിക്ക് തണുപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോയിടത്തും എന്ത് ചെയ്യുന്നു, എനിക്ക് ഈ പറയുന്ന റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ തണുപ്പ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം എൻ്റെ ഇവാപ്പറേറ്റർ മൈറ്റ് നോട്ട് ബി മച്ച് ഹൈ ആസ് ദാറ്റ് ടു എന്താണ് അക്കോമഡേറ്റ് ദാറ്റ് മച്ച് റെഫ്രിജറൻറ്റ്. അതായത് ഇവാപ്പറേറ്റർ കോയിൽ അത്രമാത്രം വലുതാണെങ്കിലല്ല പറ്റത്തുള്ളൂ ആ എൻ്റെയർ ഹോട്ടലിലോ അല്ലെങ്കിൽ എൻ്റെയർ ബിൽഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. കാരണം ഇവാപ്പറേറ്ററിൻ്റെ അടുത്തല്ലേ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന ഇവാപ്പറേറ്റർ കോയിലിനെ എല്ലായിടത്തും കൊണ്ടുപോകുക എന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. കാരണം അവിടെ കൂടുതൽ റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കൂടുതൽ റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കംപ്രസറിൻ്റെ സൈസ് വളരെ വലുതായിരിക്കും, വിച്ച് വി കനോട്ട് എന്താണ് പ്രാക്ടിക്കലി അക്കോമഡേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യാനുള്ള സിസ്റ്റംസ് ആണ് എന്ത്, ഈ പറഞ്ഞ ഓൾ വാട്ടർ സിസ്റ്റവും ഓൾ എയർ സിസ്റ്റവും. എന്താണ് ഓൾ വാട്ടർ സിസ്റ്റം, എന്താണ് ഓൾ എയർ സിസ്റ്റം? ഈ ഓൾ വാട്ടർ സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവാപ്പറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന തണുപ്പിനെ, ഇവാപ്പറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്റിംഗ് എഫക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാട്ടർ അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ വാട്ടറിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ തണുപ്പിക്കുകയോ ഹീറ്റ് ചെയ്യുകയോ എന്ത് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം അവിടെ ഇവാപ്പറേറ്ററിലാണെങ്കിൽ എന്തായിരിക്കും, ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി എന്താണ് നമ്മുടെ കൂളിംഗ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും, തണുപ്പിക്കുന്നു. ഈ വാട്ടറിനെ നമ്മളൊരു പമ്പിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ റൂമിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ സപ്ലൈ ചെയ്യും. നമ്മുടെ റൂമിലേക്ക് എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ഡക്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡക്റ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഈ വെള്ളം കയറിപ്പോകും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ബ്ലോവറും ഫാനും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡക്റ്റാണ് എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് ഉണ്ട്. റൂമിലെ എയറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്തേക്ക് സക്ക് ചെയ്യപ്പെടുകയും ആ തണുത്ത വാട്ടറിൻ്റെ ടെമ്പറേച്ചർ വെച്ചിട്ട് ഈ എയർ തണുക്കുകയും തിരിച്ച് റൂമിലേക്ക് എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഫ്ലോ കൺട്രോൾ വാൽവ്സ് ഉണ്ട്. നമുക്ക് വേണ്ടുന്ന എന്താണ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന തണുത്ത വെള്ളത്തെ അല്ലെങ്കിൽ ചൂട് വെള്ളത്തെ നമുക്ക് എന്ത് ചെയ്യാൻ ആ റൂമിലേക്ക് സപ്ലൈ ചെയ്യാൻ. അതുവഴി നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ തെർമോസ്റ്റാറ്റ്
അതേപോലെ അതർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അസിസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എന്ത് ചെയ്യും അവിടെ കാണും. അപ്പോൾ ഈ ഫ്ലോ കൺട്രോൾ വാൽവ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തണുത്ത വെള്ളം ചൂടുവെള്ളം റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഡക്റ്റ് വഴിയാണ് പോകുന്നത്. ആ ഡക്റ്റിൻ്റെ ചുറ്റും ഈ പറയുന്ന റൂമിലെ എയർ കോൺടാക്റ്റിൽ വരുമ്പോൾ ഒബിയസ്ലി ഇറ്റ് വിൽ ഗെറ്റ് കൂൾഡ് ഓർ ഹീറ്റഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടെമ്പറേച്ചർ ഓഫ് ദി വാട്ടർ ഇൻ ദി ഡക്റ്റ് അല്ലെങ്കിൽ വാട്ടർ ഇൻ ദി കോയിൽസ്. അപ്പോൾ അതാണെന്ത് അവിടെ നടക്കുന്നത്. അതാണ് ഓൾ വാട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ചിൽഡ് വാട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വി യൂസ് ദ ചിൽഡ് വാട്ടർ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ഫോർ ദി റിഡ്യൂസിങ് ദി എയർ കണ്ടീഷനിങ് എഫക്ട് ഇൻ ദി റൂംസ്. അതാണ് ഓൾ വാട്ടർ സിസ്റ്റം. അതേപോലെ തന്നെ അവിടെ ഈ പറയുന്ന എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്ന് പറഞ്ഞ പല മോഡ് വഴിയാണെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഈ ടിപ്പിക്കൽ ഫാൻ കോയിൽ യൂണിറ്റ് അല്ലെങ്കിൽ എയർ ഹാൻഡ്ലിംഗ് സിസ്റ്റത്തിനകത്ത് വരുന്നൊരു ഫാൻ കോയിൽ യൂണിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ഈ തണുത്ത വെള്ളമോ ചൂടുവെള്ളമോ ഒരു കോയിൽ വഴി കടന്നു പോവുകയും അതിനകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടുന്ന എയറിനെ ബ്ലോ ചെയ്ത് നിൽക്കാൻ വേണ്ടി നമുക്കൊരു ഫാൻ യൂണിറ്റ് ഉണ്ട്. ആ ഫാൻ യൂണിറ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഹോട്ട് എയർ ഈ പറയുന്ന കോൾഡ് ചേമ്പർ അല്ലെങ്കിൽ കോൾഡ് വാട്ടർ കണക്ഷൻസിനകത്തൂടെ കയറി പോകുമ്പോൾ അല്ലെങ്കിൽ ഫിൻഡ് ട്യൂബ്സ് കൂളിംഗ് കോയിലിനകത്തോടെ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഈ പറയുന്ന കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്നീ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ മുഖാന്തരം വാട്ടർ തണുക്കുകയും ആ തണുത്ത എയർ റൂമിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുകയും ചെയ്യും. അതാണ് ടിപ്പിക്കൽ ഫാൻ കോയിൽ യൂണിറ്റിൻ്റെ പടം. ഓക്കെ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് സ്പേസ് മതി കമ്പയർഡ് ടു അതേഴ്സ്. അതേപോലെ ഇൻഡിവിജ്വൽ റൂംസിൻ്റെ കൺട്രോളിങ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫ്ലോ കൺട്രോൾ വാൽവ് വെച്ചിട്ടൊക്കെ ടെമ്പറേച്ചറൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ പറയുന്ന ഹീറ്റിങ്ങോ കൂളിങ്ങോ എന്തോ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഈ വാട്ടറിൻ്റെ സപ്ലൈ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതേപോലെ വേസ്റ്റ് ഹീറ്റ് ഫ്രം ദി സോളാർ ഹീറ്റിംഗ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം ഫോർ ദിസ് പർപ്പസ്, ഫോർ ഹീറ്റിംഗ് പർപ്പസ്. പിന്നെ എൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അതേപോലെ കൊറോഷൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലീക്കേജ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, ഇതിന് അടുത്താണ് ഓൾ എയർ സിസ്റ്റം. എന്താണ് ഓൾ എയർ സിസ്റ്റം? ഓൾ എയർ സിസ്റ്റത്തിൻ്റെ കേസിൽ മറ്റേ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു ഈ പറയുന്ന മിക്സിങ് ഓഫ് എയർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രഷ് എയർ നമുക്ക് എടുക്കാൻ നമുക്കുള്ള ഓപ്ഷൻസ് ഇല്ല ഏതാ ഈ ഓൾ വാട്ടർ സിസ്റ്റത്തിനകത്ത്. അതേസമയം ഓൾ എയർ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഔട്ട്സൈഡ് എയർ അല്ലെങ്കിൽ കുറച്ച് ഫ്രഷ് എയറും ഈ പറയുന്ന റീസർക്കുലേറ്റഡ് എയറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കണ്ടീഷനിങ് കോയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കൂളിംഗ് കോയിൽ ആയിക്കോട്ടെ ഹീറ്റിംഗ് കോയിൽ ആയിക്കോട്ടെ അതിനകത്തോടെ കടത്തി വിട്ട് നമുക്ക് റൂമിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് റൂമിനകത്തുള്ള എയറും കുറച്ച് ഔട്ട്ഡോർ എയർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് എയർ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കൂളിംഗ് കോയിലേക്കോ ഹീറ്റിംഗ് കോയിലേക്കോ കടത്തി വിടുന്നതും അത് മുഖാന്തരം ആ കണ്ടീഷൻഡ് ആയിട്ടുള്ള എയറിനെ നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? റീകണ്ടീഷൻഡ് എയർ എന്ന് പറഞ്ഞാൽ എന്താ, ദ കണ്ടീഷൻഡ് എയർ ഇൻ ദ സ്പേസ് അല്ലെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്ത എയറിൻ്റെ ബാക്കി റൂമിൽ ഇപ്പോൾ ഉള്ള എയറിനെ കുറച്ചെടുക്കുന്നു. അതേപോലെ ഔട്ട്സൈഡ് എയറിനെയും കുറച്ച് എടുത്തതിന് ശേഷം ഈ പരിപാടികൾ നടത്തുവാണെങ്കിൽ അങ്ങനെയുള്ള എന്നെ വിളിക്കുന്ന പേരാണ് ഓൾ എയർ സിസ്റ്റം. അപ്പോൾ എയറാണ് അവിടുത്തെ വർക്കിംഗ് ഫ്ലൂയിഡ്. ഇവാപ്പറേറ്ററിൽ നിന്ന് തണുത്ത എയറിനെ നമ്മളൊരു പമ്പിൻ്റെ സഹായത്തോടെ ഈ പറയുന്ന കൂളിംഗ് കോയിലോ ഹീറ്റിംഗ് കോയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾട്ടർനേറ്റിംഗ് ആയിട്ട് വെച്ചേക്കുന്ന ഹീറ്റിംഗ് കോയിലാണോ അല്ലെങ്കിൽ കൂളിംഗ് കോയിലായിക്കോട്ടെ എങ്ങോട്ടാണെങ്കിലും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഡക്റ്റിൻ്റെ സഹായത്തോടെയാണ് ഈ പറയുന്ന പരിപാടികൾ മൊത്തം നടക്കുന്നത്. ഓക്കെ, അപ്പം അതാണെന്ത് ഈ പറയുന്ന ഓൾ എയർ സിസ്റ്റം. അപ്പോൾ ഓൾ എയർ സിസ്റ്റത്തിൻ്റെ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓടിയിൽ നിന്ന് കാണിച്ചിരിക്കുന്ന ഔട്ട്സൈഡ് എയർ ആണ്. അത് ഡാമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡാമ്പേഴ്സ്. അതേപോലെ ഫിൽറ്റേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അപ്പം റിട്ടേൺ എയർ ഫ്രം ദ ഡക്റ്റ് എന്താണ്, ഇറ്റ് ഈസ് ഫ്രം ദ ഹെൽപ്പ് ഓഫ് എ പമ്പ്. ഇറ്റ് ഈസ് സപ്ലൈ ടു ദി മിക്സിംഗ് ചെയ്യുമ്പോൾ ദെൻ ഇറ്റ്സ് പാസ് ത്രൂ ദി കൂളിംഗ് കോയിൽ അഥവാ ഹീറ്റിംഗ് കോയിൽ. പിന്നെ ഹ്യൂമിഡിഫയർ നമ്മുടെ ഈ ഹ്യൂമിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനകത്തൂടെ കടന്നു പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടീഷൻഡ് ആയിട്ടുള്ള എയറിനെ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതാണ് അവിടെ നടക്കുന്ന ബേസിക് വർക്കിംഗ്. അതായത് ഇവിടെ എയർ ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണ് എന്ത് വിളിക്കുന്നത്, ഓൾ എയർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അത്രയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി ബേസ്ഡ് അപ്പോൺ ദി എന്താണ് ആപ്ലിക്കേഷൻ ഓ ദി occasion where which the air conditioning system is used, the air conditioning system can be classified based upon the എന്താണ് വിൻ്റർ എയർ കണ്ടീഷനിങ്, സമ്മർ എയർ കണ്ടീഷനിങ്, അതേപോലെ ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ്. ഇയർ റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇയർ റൗണ്ട് ഒരു വർഷം മുഴുവനും അല്ലേ. അപ്പോൾ ഒരു വർഷത്തെ നമുക്ക് ബേസിക്കലി ഇപ്പം ചൂടുകാലം എന്നും തണുപ്പ് കാലം എന്നും വിളിക്കുകയാണ്. ഓക്കെ, അതേപോലെ സമ്മറിനും വിൻ്ററെന്നും. അപ്പോൾ ഈ സമ്മറിലും എയർ കണ്ടീഷനിങ് വേണം, വിൻ്ററിലും എയർ കണ്ടീഷനിങ് വേണം. അതെ, ഇപ്പം വിൻ്റർ അല്ലെങ്കിൽ തണുപ്പ് കൂടിയ പ്രദേശങ്ങളായിപ്പം നമ്മൾ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ജമ്മു അതേപോലെ ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തണുപ്പത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി നീഡ് സ്മോൾ ഹീറ്റിംഗ് ഫോർ പാമ്പറിങ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് പാമ്പേർഡായിട്ടിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് ചൂടേറ് വേണം. അതേസമയം കേരളത്തിലെ ക്ലൈമറ്റ്
നോക്കുകയാണെങ്കിൽ എന്താണ് കുറച്ച് ചൂടാണ്, അപ്പോൾ നമുക്ക് ഇതിനെ തണുപ്പിക്കുകയാണ് ആവശ്യം. അപ്പോൾ രണ്ടും സാധിക്കണം, തണുപ്പിക്കുകയും വേണം, ചൂടാക്കുകയും വേണം. അപ്പോൾ രണ്ടും കൂടെ പോസിബിൾ ആയിട്ടുള്ള ആ ഒരു എയർ കണ്ടീഷൻ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇയർ റൗണ്ട് എയർ കണ്ടീഷൻ സിസ്റ്റം. വിൻ്റർ എന്ന് പറഞ്ഞാൽ വിൻ്റർ സമയത്ത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തണുപ്പത്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഹീറ്റിംഗ് ആയിരിക്കും അവിടുത്തെ അൾട്ടിമേറ്റ് എയിം. സമ്മർ എന്ന് പറയുമ്പോൾ എന്താണ്? ചൂടത്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ തണുപ്പിക്കുകയായിരിക്കും അവിടുത്തെ അൾട്ടിമേറ്റ് എയിം. വിൻ്ററിൽ ചൂടാക്കുക, സമ്മറിൽ തണുപ്പിക്കുക. ഓക്കെ, അപ്പോൾ വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. അപ്പം എൻ്റെ വർക്കിംഗ് വേളി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ പറഞ്ഞുതരാം. അതായത് നമുക്ക് എടുക്കേണ്ട എയർ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് എയർ, അല്ലെങ്കിൽ നമുക്ക് റീസർക്കുലേറ്റഡ് എയറും ഔട്ട്സൈഡ് എയറോടെ മിക്സ് ചെയ്ത എയറിനെ നമ്മളത് ഫിൽറ്റർ വഴി കടത്തി വിടും. ഇനി ഔട്ട്സൈഡ് എയർ കിടക്കുന്നതിനുള്ള ഡാമ്പർ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡാമ്പർ വെച്ചേക്കുന്നത്. അപ്പം ഈ പറയുന്ന റീസർക്കുലേറ്റഡ് എയറും ഔട്ട്സൈഡ് എയറും കൂടെ മിക്സ് ആയതിന് ശേഷം അത് ഫിൽറ്റർ വഴി കടന്നു പോകും. എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? അവിടെ അബ്സോർബ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അവിടെ തടയപ്പെടും. അതിനുശേഷം ഇറ്റ് വിൽ ഗെറ്റ് പാസ് ത്രൂ ദി പ്രീ ഹീറ്റ്, അതായത് എയർ ഈസ് ബീങ് പ്രീ ഹീറ്റഡ് ടു എ സഫിഷ്യൻറ്റ് ടെമ്പറേച്ചർ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഹ്യൂമിഡിഫയറിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ഹ്യൂമിഡിഫൈസ് ദ എയർ. ഓക്കെ, അതിന് പാസസ് ത്രൂ ദ റീഹീറ്റ് കോയിൽ. നമുക്ക് ഏത് ടെമ്പറേച്ചറിലേക്കാണോ ഹീറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണ്? നമ്മളിവിടെ വിൻ്റർ എയർ കണ്ടീഷൻ, അതായത് തണുപ്പത്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്താ? ഹീറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഏത് ടെമ്പറേച്ചറിലേക്കാണോ ഹീറ്റ് ചെയ്യേണ്ടത്, റീഹീറ്റ് കോയിൽ വെച്ച് എന്ത് ചെയ്യും? നമ്മൾ ഹീറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫാനിൻ്റെ സഹായത്തോടെ, അല്ലെങ്കിൽ ബ്ലോയറിൻ്റെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യും? റൂമിലേക്ക്, അല്ലെങ്കിൽ കണ്ടീഷൻ്റെ സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കണ്ടീഷൻ്റെ എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്ലൈ ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണത് വിൻ്റർ എയർ കണ്ടീഷൻ സിസ്റ്റം. അവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു പ്രീ ഹീറ്റ് കോയിലും ഒരു റീഹീറ്റ് കോയിലും, നടുക്കൊരു ഹ്യൂമിഡിഫയർ ടു അഡ്ജസ്റ്റ് ദി ഹ്യൂമിഡിറ്റി. അതാണത് വിൻ്റർ എയർ കണ്ടീഷനിങ് സിസ്റ്റം. അതേസമയം സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റം അതില്ലേ? ഓക്കെ, ഈ സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ ഫിഗറും ഇത് ഏകദേശം ഇത് തന്നെയാണ്. ഓക്കെ, അതായത് ഇയർ റൗണ്ട് എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ ഫിഗർ പോലെ തന്നെയാണ് സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ പടം. അപ്പം സമ്മർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തണുപ്പിക്കണം. സമ്മർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തണുപ്പിക്കണം. അപ്പം അവിടെ എന്ത് കാണും? ഒരു കൂളിംഗ് കോയിൽ കാണും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, മറ്റേതിൻ്റെ കൂട്ടൊക്കെ എടുക്കുന്നു, കണ്ടീഷൻ്റെ എയറിൻ്റെ കുറച്ച് റൂമിന് എയർ എടുക്കുന്നു, രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നു. ആ എയറിനെ എന്ത് ചെയ്യുന്നു? ഫിൽറ്റർ വഴി കടന്നു പോകുന്നു. അതിനുശേഷം നമുക്ക് റൂമിൽ വേണ്ടുന്ന ടെമ്പറേച്ചർ, ഫോർ എക്സാമ്പിൾ കൺസിഡർ ടു ബി, നമുക്ക് വേണ്ടുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ടും തണുപ്പിക്കും. 15 ഡിഗ്രി സെൽഷ്യസ് വരെ നന്നായിട്ടൊന്ന് തണുപ്പിക്കും. അങ്ങനെ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഹ്യൂമിഡിഫയറിൻ്റെ സഹായത്തോടെ, അല്ലെങ്കിൽ നമുക്കതിനെ ഹ്യൂമിഡിറ്റി നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യും? സാധിക്കും. അതിനുശേഷം ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് വേണ്ടുന്ന 20 ആണെങ്കിൽ പോലും നമ്മൾ ആദ്യം 15 വരെ തണുപ്പിക്കും. കാരണം നമുക്ക് ഈ പറയുന്ന ഹ്യൂമിഡിഫയറിൻ്റെ സഹായത്തോടെ ഹ്യൂമിഡിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രോപ്പർ ടെമ്പറേച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആദ്യമേ അങ്ങ് സെറ്റ് ചെയ്യും. പിന്നെയാണ് നമുക്ക് റൂമിൽ ഏത് ടെമ്പറേച്ചർ വേണമോ ആ റൂമിലേക്ക് എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം? ഹീറ്റിംഗ് ഓയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല, ഈ ഇയർ റൗണ്ട് കണ്ടീഷനിൽ നമുക്ക് തണുപ്പ് മാത്രം മതി, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കൂളിംഗ് കോയിൽ മാത്രം ഓണാക്കിക്കൊണ്ട് ഹീറ്റിംഗ് കോയിൽ നമുക്ക് ഓഫാക്കിയിടാം. അതേപോലെ സമ്മറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് മതി? തണുപ്പ് മാത്രം മതി, ഹീറ്റിംഗ് കോയിൽ വേണ്ട. അപ്പോൾ എന്ത് ചെയ്യാം? ഹീറ്റിംഗ് കോയിൽ ഓഫാക്കുക, കൂളിംഗ് കോയിൽ ഓണാക്കുക. വിൻ്ററിലാണെങ്കിൽ കൂളിംഗ് കോയിൽ വേണമെങ്കിൽ ഓഫാക്കുക, ഹീറ്റിംഗ് കോയിൽ ഓണാക്കുക. ഡിപ്പെൻഡിങ് അപ്പോൾ ദ കണ്ടീഷൻ വി ക്യാൻ എന്താണ്? സ്വിച്ച് ദ സിസ്റ്റം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇയർ റൗണ്ട് എയർ കണ്ടീഷൻ സിസ്റ്റം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, അപ്പം അതാണത് ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് സിസ്റ്റം. അതിൻ്റെ വർക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? ഈ കുറഞ്ഞ വിൻ്ററിലാണെങ്കിൽ കൂളിംഗ് കോയിൽ ഇന്നോപ്പറേറ്റീവ് ആയിട്ട് വെക്കും, ഹീറ്റിംഗ് കോയിൽ എന്ത് ചെയ്യും? ഓപ്പറേറ്റീവ് ആയിട്ട് വെക്കും. സമ്മറിലാണെങ്കിൽ ഹീറ്റിംഗ് കോയിൽ ഇന്നോപ്പറേറ്റീവ് ആയിട്ട് വെക്കും, കൂളിംഗ് കോയിൽ എന്ത് ചെയ്യും? ഓപ്പറേറ്റീവ് ആയിട്ട് വെക്കും. അത്രയേ ഉള്ളൂ എന്ത് പറഞ്ഞ ഇയർ റൗണ്ട്. രണ്ട് കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ പറയുന്ന വിൻ്റർ എയർ കണ്ടീഷനിങ്, സമ്മർ എയർ കണ്ടീഷനിങ്, ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ് കുറിച്ച് പറയാനുള്ളത്. അതേപോലെ സ്പ്ലിറ്റ്, അതേപോലെ വിൻഡോ, പാക്കേജ്ഡ്, പിന്നെ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം. സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ വരുന്നതാണ് ഓൾ വാട്ടർ സിസ്റ്റവും ഓൾ എയർ സിസ്റ്റവും. ഓക്കെ, എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ്, അതേപോലെ ഫാൻ കോയിൽ യൂണിറ്റ് എന്നൊക്കെ പറയുന്ന സാധനംസൊക്കെ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? നോട്ട് നോക്കി പഠിക്കുക. ടെക്സ്റ്റിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാർ. ഓക്കെ.